സ്വകാര്യ ബസ്സിൽ നിന്ന് 6 കിലോ സ്വർണം നഷ്ടപ്പെട്ടതായി പരാതി. ബംഗളൂരുവിൽ നിന്നും എറണാകുളത്തേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ്സിൽ നിന്നാണ് സ്വർണം നഷ്ടപ്പെട്ടതായി കാണിച്ച് രാജസ്ഥാൻ സ്വദേശി ആലുവ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ആദ്യ റിപ്പോർട്ട് കൊച്ചിയിൽ നിന്ന് ഉമേഷ് നൽകുന്നു. കഴിഞ്ഞ രാത്രി ബംഗളൂരുവിൽ നിന്നും എറണാകുളത്തേക്ക് തിരിച്ച സ്വകാര്യ ബസ്സിലെ യാത്രക്കാരനായിരുന്നു രാജസ്ഥാൻ സ്വദേശി മഹേഷ്. ബംഗളൂരുവിലെ സോവറൻ ജ്വല്ലറിയിലെ ജീവനക്കാരനാണ് മഹേഷ്. സോവറൻ ജ്വല്ലറിയിൽ നിന്ന് പാലാരിവട്ടത്തെ ജ്വല്ലറിയിലേക്ക് കൊടുക്കാനാണ് 6 കിലോ സ്വർണവുമായി മഹേഷ് ബംഗളൂരുവിൽ നിന്ന് കൊച്ചിക്ക് യാത്ര പുറപ്പെട്ടത്. ബസ് എത്തിയപ്പോഴാണ് സ്വർണം നഷ്ടപ്പെട്ടതായി മഹേഷിന് മനസ്സിലായത്. ഉടൻ തന്നെ അവിടെ ഇറങ്ങി മഹേഷ് ആലുവ പോലീസിൽ പരാതി നൽകി. ഇയാളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ബസ് ജീവനക്കാരെ പോലീസ് ചോദ്യം ചെയ്തു. അതോടൊപ്പം മഹേഷിൽ നിന്നും പോലീസ് വിശദമായ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹേഷിന്റെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ആലപ്പുഴ തൃക്കുന്നപ്പുഴയിൽ ASIയുടെ വീടിന് നേരെ ആക്രമണം. ആലപ്പുഴ SP-യുടെ സ്പെഷ്യൽ സ്ക്വാഡിലെ ASI CH അലി അക്ബറിന്റെ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന കാറും ബൈക്കും അക്രമികൾ അഗ്നിക്കിരയാക്കി. കഞ്ചാവ് മാഫിയയിൽ നിന്ന് തനിക്ക് ഭീഷണിയുണ്ടായിരുന്നുവെന്ന് അലി അക്ബർ പറഞ്ഞു. റിപ്പോർട്ടിലേക്ക്. രാത്രി 12:30-ഓടെ ബൈക്കിലെത്തിയ സംഘമാണ് ആക്രമണത്തിനു പിന്നിൽ. വീട്ടിൽ നിർത്തിയിട്ടിരുന്ന കാറും ബൈക്കും അക്രമികൾ അഗ്നിക്കിരയാക്കി. ബൈക്കും കാറും പൂർണ്ണമായി കത്തിനശിച്ചു. കാർ പോർച്ചിൽ നിന്ന് പുറത്തേക്ക് മാറ്റിയതിനാലാണ് തീ വീടിനുള്ളിലേക്ക് പടരാതിരുന്നത്. 1 മാസം മാത്രം പഴക്കമുള്ള കാറിനാണ് തീ വച്ചത്. വീടിന്റെ ഭിത്തിയും ജനൽ ചില്ലുകളും ആക്രമണത്തിൽ തകർന്നു. വിരലടയാള വിദഗ്ധരും ഫോറൻസിക് വിദഗ്ധരും അടക്കമുള്ളവർ സ്ഥലത്ത് പരിശോധന നടത്തി. രാത്രി 10 മുതൽ പ്രദേശത്ത് കാറിൽ ഒരു സംഘം തമ്പടിച്ചിരുന്നതായി നാട്ടുകാർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇവരാകാം ആക്രമണത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയുടെ സ്പെഷ്യൽ സ്ക്വാഡിലെ ASI ആയിരുന്നു CH അലി അക്ബർ. 3 മാസത്തിനിടെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വ്യാജമദ്യം, പാൻ മസാല, കഞ്ചാവ് അടക്കമുള്ള നിരവധി വസ്തുക്കൾ അലി അക്ബറിന്റെ നേതൃത്വത്തിൽ പിടികൂടിയിരുന്നു. അതിന്റെ പേരിൽ കഞ്ചാവ് മാഫിയയിൽ നിന്ന് തനിക്ക് ഭീഷണിയുണ്ടായിരുന്നുവെന്ന് അലി അക്ബർ പറഞ്ഞു. തൃക്കുന്നപ്പുഴ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി വരികയാണ്. ഇന്നലെ രാത്രി 12-15 മണിയോടുകൂടിയാണ് പല്ലനുള്ള അലി അക്ബറിൻ്റെ വീടിന് മുൻവശം കാർ പോർച്ചിൽ നിർത്തിയിട്ടിരുന്ന മോട്ടോർ സൈക്കിളും കാറും ആരും തീ വെച്ച് നശിച്ചിട്ടുള്ളത്. അലി അക്ബർ നാർക്കോട്ടിക് സ്ക്വാഡിൽ അംഗമായതിനാൽ മദ്യവും മയക്കുമരുന്നും പുകയില ഉൽപ്പന്നങ്ങളും ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നും പിടിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ആരോ ആണ് ഇത് ചെയ്തിരിക്കുന്നതാണ് പോലീസ് സംശയിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. പത്താൻകോട് ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം യുണൈറ്റഡ് ജിഹാദി കൗൺസിൽ ഏറ്റെടുത്തു. ഹൈവേ സ്ക്വാഡ് എന്ന ചാവേർ സംഘമാണ് ആക്രമണം നടത്തിയത്. കാശ്മീരിലെയും പാകിസ്ഥാനിലെയും 13 ഭീകര സംഘടനകളുടെ കൂട്ടായ്മയാണ് യുണൈറ്റഡ് ജിഹാദ് കൗൺസിൽ. പത്താൻകോട്ടിലെ വ്യോമതാവളത്തിൽ ഒളിച്ചിരുന്ന 6 ഭീകരരെയും സൈന്യം വധിച്ചതായാണ് സൂചന. ആക്രമണത്തിൽ മലയാളിയായ ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജൻ കുമാർ അടക്കം 7 സൈനികരാണ് വീരമൃത്യു വരിച്ചത്. കാശ്മീരിലെ ഒരു മാധ്യമ സ്ഥാപനത്തിൽ വിളിച്ചാണ് യുണൈറ്റഡ് ജിഹാദി എന്ന സംഘടന പത്താൻകോട്ട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത്. നേരത്തെ നിശ്ചയിച്ചത് പ്രകാരമാണ് ആക്രമണമെന്ന് തീവ്രവാദികൾ അറിയിച്ചു. പാകിസ്ഥാനിലും കാശ്മീരിലുമായി പ്രവർത്തിക്കുന്ന 13 ഭീകര സംഘടനകളുടെ കൂട്ടായ്മയാണ് യുണൈറ്റഡ് ജിഹാദി കൗൺസിൽ. എന്നാൽ ജിഹാദി കൗൺസിലിന്റെ അവകാശവാദം കേന്ദ്ര സർക്കാർ തള്ളിക്കളഞ്ഞു. അതേസമയം പത്താൻകോട്ടിൽ ഒളിച്ചിരുന്ന 2 തീവ്രവാദികളെയും സൈന്യം വധിച്ചതായി സൂചന. ഒരു തീവ്രവാദിയുടെ ശരീരം ഛിന്നഭിന്നമായ നിലയിലാണ്. രണ്ടാമതിന്റെ ശരീരത്തിനായി തിരച്ചിൽ തുടരുന്നു. പത്താൻകോട്ടിലെ വ്യോമസേനാ കേന്ദ്രം സുരക്ഷിതമെന്ന് കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലി അറിയിച്ചു. വ്യോമസേനാ കേന്ദ്രത്തിലെ ജീവനക്കാരും സേനാവിമാനങ്ങളും ആക്രമണത്തിനിരയായിട്ടില്ലെന്ന് NSG മേജർ ജനറൽ ദുഷ്യന്ത് സിംഗും വ്യക്തമാക്കി. വ്യോമസേനാ കേന്ദ്രം പൂർണ്ണമായും തകർത്തുകളയുകയായിരുന്നു ഭീകരരുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ദില്ലി. മരിക്കുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കണമെന്ന് പത്താൻകോട് ആക്രമണത്തിൽ പങ്കാളിയായ ഭീകരനോട് അമ്മയുടെ ഉപദേശം. അന്വേഷണ ഏജൻസികൾ ചോർത്തിയ ഫോൺ വിളികളിൽ നിന്നാണ് ഇക്കാര്യം വ്യക്തമായത്. അതേസമയം അച്ഛാ, ഞാൻ ഇപ്പോഴൊരു സൈനിക നീക്കത്തിലാണ് എന്നായിരുന്നു രാജ്യത്തിനു വേണ്ടി വീരമൃത്യു വരിച്ച ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജൻ അവസാനമായി പറഞ്ഞ വാക്കുകൾ.
പത്താംകോട്ട് വ്യോമസേനാ കേന്ദ്രത്തിന് നേരെ ആക്രമണം നടത്തിയ ഭീകരിലൊരാൾ ഏറ്റുമുട്ടലിന് മുമ്പ് പാകിസ്ഥാനിലെ കുടുംബവുമായി ബന്ധപ്പെട്ടെന്ന് രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തുകയായിരുന്നു. അന്വേഷണ ഏജൻസികൾ ചോർത്തിയ ഫോൺ വിളികളിൽ നിന്നാണ് ഇക്കാര്യം വ്യക്തമായത്. പുലർച്ചെ 12:30 ശേഷം പത്താൻകോട്ടിലും പരിസരങ്ങളിലും നിന്നുമായി 4 ഫോൺ കോളുകളാണ് പാകിസ്ഥാനിലേക്ക് പോയത്. ആക്രമണത്തെ സംബന്ധിച്ച് മാതാവിനോട് സംസാരിച്ച ഭീകരനോട് മരിക്കുന്നതിന് മുൻപ് ഭക്ഷണം കഴിക്കണമെന്നായിരുന്നു അമ്മയുടെ ഉപദേശം. കോളുകളിൽ 3 ഭീകരർ ഉപയോഗിച്ച ഫോണിൽ നിന്നും മറ്റൊന്ന് ഭീകരർ തട്ടിക്കൊണ്ടുപോയ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഫോണിൽ നിന്നുമാണ്. വെള്ളിയാഴ്ച രാത്രി 12:30 ശനിയാഴ്ച പുലർച്ചെ 2:30 ഇടയിലാണ് ഫോൺ കോളുകൾ പോയിരിക്കുന്നത്. മറ്റു കോളുകളിൽ ആക്രമണം നടത്തേണ്ട സ്ഥലത്തെക്കുറിച്ച് വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകുകയാണ് ചെയ്യുന്നതെന്നും അന്വേഷണ ഏജൻസികൾ ഫോൺ കോൾ പരിശോധനകളിൽ നിന്ന് കണ്ടെത്തി. അതേസമയം അച്ഛാ, ഞാൻ ഇപ്പോഴൊരു സൈനിക നീക്കത്തിലാണ് എന്നാണ് രാജ്യത്തിനു വേണ്ടി വീരമൃത്യു മരിച്ച ലഫ്റ്റനന്റ് കേണൽ EK നിരഞ്ജൻ അവസാനമായി പറഞ്ഞ വാക്കുകൾ. പിതാവ് EK ശിവരാജന്റെ കാതുകളിൽ ഇപ്പോഴും ആ വാക്കുകൾ മുഴങ്ങുന്നുണ്ട്. മകൻ പത്താംകോട്ടിൽ പോയ വിവരം ശിവരാജൻ അറിഞ്ഞിരുന്നില്ല. ഇതറിയാതെയാണ് അദ്ദേഹം നിരഞ്ജനെ ഫോണിൽ വിളിച്ചത്. കുടുംബത്തിലെ ചില കാര്യങ്ങൾ സംസാരിക്കുകയായിരുന്നു ഉദ്ദേശം. എന്നാൽ ഇപ്പോഴൊരു സൈനിക നീക്കത്തിലാണെന്ന് പറഞ്ഞ് നിരഞ്ജൻ ഫോൺ സംഭാഷണം പെട്ടെന്ന് അവസാനിപ്പിച്ചു. മുൻപുള്ളതുപോലെ ഓപ്പറേഷൻ പെട്ടെന്ന് അവസാനിക്കുമെന്നും അത് കഴിഞ്ഞാലുടൻ മകൻ തിരിച്ചു വിളിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു ശിവരാജൻ. എന്നാൽ ഞായറാഴ്ച രാവിലെ മകന്റെ മരണവിവരമാണ് ശിവരാജന് ലഭ്യമായത്. ന്യൂസ് ഡെസ്ക്. ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ച മലയാളി സൈനികൻ നിരഞ്ജന്റെ മൃതദേഹം ബംഗളൂരുവിൽ നിന്ന് ജന്മനാടായ പാലക്കാട് എത്തിച്ചു. നാളെ എളമ്പുലശ്ശേരി UP സ്കൂളിൽ നിരഞ്ജന്റെ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. വൈകിട്ട് 4 മണിയോടെയാണ് ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജന്റെ മൃതദേഹവും വഹിച്ചുള്ള സൈനിക ഹെലികോപ്റ്റർ പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് ഗ്രൗണ്ടിൽ എത്തിയത്. ജില്ലാ കളക്ടർ P മേരിക്കുട്ടി, MLA മാരായ AK ബാലൻ, M ഹംസ, K അച്യുതൻ എന്നിവർ ചേർന്ന് മൃതദേഹം ഏറ്റുവാങ്ങി. പിന്നീട് വിലാപയാത്രയായി 6 മണിയോടെ മണ്ണാർക്കാട് എളമ്പുലാശ്ശേരിയുള്ള വീട്ടിലെത്തിച്ചു. ജനപ്രതിനിധികളടക്കം വലിയൊരു ജനാവലി വീട്ടിൽ കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. NSG മേജർ തുഷാർ മേനോന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ബംഗളൂരിൽ നിന്ന് മൃതദേഹം അനുഗമിച്ചത്. കോയമ്പത്തൂരിൽ നിന്നുള്ള ആർമി ഉദ്യോഗസ്ഥരും പാലക്കാട്ടെത്തിയിരുന്നു. നിരഞ്ജന്റെ ഭാര്യ, മകൾ, അച്ഛൻ, ബംഗളൂരുവിലെ മറ്റു കുടുംബാംഗങ്ങൾ എന്നിവരും മറ്റൊരു ഹെലികോപ്റ്റർ മാർഗം പാലക്കാട്ടെത്തിച്ചേർന്നു. ധീരജവാനെ ആദരമർപ്പിക്കാൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും വീട്ടിലെത്തും. കൈരളി TVക്ക് വേണ്ടി ഡയറക്ടർ TR അജയൻ റീത്ത് സമർപ്പിച്ചു. രാവിലെ 7 മുതൽ 11 വരെ എളമ്പുലാശ്ശേരി KAUP സ്കൂളിലാണ് പൊതുദർശനം. തുടർന്ന് സൈനിക ബഹുമതികളോടെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിക്കും. ക്യാമറാമാൻ മഹേഷ് പാലക്കാടിനൊപ്പം AK ലതീഷ്. അഫ്ഗാനിസ്ഥാനിലെ ഇന്ത്യൻ കോൺസുലേറ്റിന് നേരെ വീണ്ടും ആക്രമണം. ഇന്നലെ ആക്രമണം നടത്തിയ 2 ഭീകരർക്കായി തെരച്ചിൽ തുടരവെയാണ് വീണ്ടും ആക്രമണം ഉണ്ടായത്. ഭീകരർ ഒളിച്ചിരിക്കുന്ന കെട്ടിടത്തിന് നേരെ സൈന്യം വെടിവയ്പ് നടത്തി. കോൺസുലേറ്റിലെ ജീവനക്കാർ സുരക്ഷിതരാണെന്ന് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. MP കൊടിക്കുന്നിൽ സുരേഷും സംഘവും ചേർന്ന് ആക്രമിച്ചതായി വീട്ടമ്മയും മക്കളും. കഴിഞ്ഞ ദിവസമാണ് കൊടിക്കുന്നിൽ സുരേഷ് തിരുവനന്തപുരം സ്വദേശി അശോകനും കുടുംബത്തിനും നേരെ ആക്രമണം നടത്തിയത്. ഇതിനെതിരെ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അശോകന്റെ ഭാര്യയും മക്കളും. തിരുവനന്തപുരം നന്തങ്കോട് സ്വദേശി കൊച്ചാലയം അശോകനും കുടുംബത്തിനും നേരെയാണ് കഴിഞ്ഞ ദിവസം ആക്രമണമുണ്ടായത്. നന്തങ്കോട് സ്വദേശിയും കൊടിക്കുന്നിൽ സുരേഷിന്റെ ബന്ധുവുമായ ഷീജയുമായി അശോകനും കുടുംബത്തിനും കാലങ്ങളായി തർക്കം നിലനിന്നിരുന്നു. ഈ സാഹചര്യത്തിൽ മധ്യസ്ഥം വഹിക്കാനെത്തിയ കൊടിക്കുന്നിൽ സുരേഷും സംഘവും കാര്യം തിരക്കാതെ തങ്ങളെ ആക്രമിക്കുകയായിരുന്നുവെന്ന് അശോകന്റെ ഭാര്യ ഗീത പറഞ്ഞു. MPക്ക് നേരെ കല്ലെറിഞ്ഞെന്നാരോപിച്ച് രോഗിയായ അശോകനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നുവെന്നും ഗീതയും മക്കളും ആരോപിച്ചു. 4-4:30 മണിയായപ്പോൾ കൊടിക്കുന്ന് സുരേഷും കുറേ ഗുണ്ടകളും കൂടി ചേർന്ന് ഞാനും എൻ്റെ ഭർത്താവും വീട്ടിലുണ്ടായിരുന്ന സമയത്ത് ഞങ്ങളൊരു പാസ്റ്ററും കുടുംബം വീട്ടിനകത്ത് ഇരിക്കുകയാണ്. ഞങ്ങളെ വീട്ടിനകത്ത് കയറി വന്ന് എൻ്റെ ഭർത്താവിനെ അസഭ്യം പറയുകയും ഭർത്താവിനെ അടിച്ചു. എന്നെ പിടിച്ച് ഞാൻ എന്തിന് ഞങ്ങളെ അടിക്കണമെന്ന് ഞങ്ങൾ ചോദിച്ചതിന് ഞങ്ങളെ കുറേ അസഭ്യം പറയുകയും എന്നെ ഭർത്താവിനെ അടിച്ച് എൻ്റെ സാരി എൻ്റെ ബ്ലൗസൊക്കെ വലിച്ച് കീറി ഞങ്ങൾ വേണ്ട ഒന്ന് ഉപദ്രവം ഞങ്ങളെ ചെയ്തു. കൊടിക്കുന്നിൽ ആക്രമിച്ചതിന് സാക്ഷികളുണ്ടെന്നും അവർ വ്യക്തമാക്കി. നേരത്തെയും MP തങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളതായി അവർ പറഞ്ഞു. ദളിത് കുടുംബത്തിലെ സ്ത്രീകളെ ഉൾപ്പെടെ MPയും സംഘവും ആക്രമിച്ചതായി നാട്ടുകാരും പരാതിപ്പെട്ടു. ജനപ്രതിനിധികൾ തന്നെ ജനങ്ങളെ ദ്രോഹിക്കുന്ന സാഹചര്യത്തിൽ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കാനും ഈ കുടുംബം തീരുമാനിച്ചു. തങ്ങളുടെ ജീവന് ഭീഷണിയുണ്ടെന്നും അശോകന്റെ കുടുംബാംഗങ്ങൾ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കണ്ണൂർ ചകരകൽ പള്ളിയാംകോവിലിന് സമീപം CPIM പ്രവർത്തകർക്ക് നേരെ ബോംബാക്രമണം. സമേഷ്, രാജേഷ് എന്നിവർക്ക് നേരെയാണ് ആക്രമണം നടന്നത്. ഗുരുതര പരിക്കുകളോടെ സമേഷിനെ വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. രാജേഷ് കണ്ണൂർ AKG ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇരുവരും സഞ്ചരിച്ചിരുന്ന ബൈക്കിന് നേരെ കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് RSS പ്രവർത്തകർ ബോംബെറിഞ്ഞത്.
കണ്ണൂർ ചക്കരക്കൽ പള്ളിപ്പൊയിൽ കോവിലിന് സമീപം RSS പ്രവർത്തകരുടെ ബോംബേറിൽ പരിക്കേറ്റ തലമുണ്ട സ്വദേശി സമേഷിന്റെ ഇടതുകാൽ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ മുറിച്ചുമാറ്റി. ഇന്നലെ വൈകുന്നേരത്തോടെയായിരുന്നു ഒരു സംഘം RSS പ്രവർത്തകർ CPIM പ്രവർത്തകരായ സമേഷും രാജേഷും സഞ്ചരിച്ച ബൈക്കിന് നേരെ ബോംബെറിഞ്ഞത്. രാജേഷ് കണ്ണൂർ AKG ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആദ്യം രണ്ട് ബോംബെറിഞ്ഞ സമയത്ത് വെഹിക്കിളുള്ളിവ ഇറങ്ങി തോന്നുന്നത്. ബൈക്ക് സ്പ്ലിഡായിട്ട് വേഗം ഇവൻ ഇറങ്ങി എന്നാ തോന്നുന്നത് എനിക്ക്. അപ്പാടനെ പിന്നത്തെ ഇവന്റെ കാക്കാന്ന് അവരെറിഞ്ഞത്. RSS പ്രവർത്തകരായ ചെമ്പിലോട് സ്വദേശി ഷനിൽ, ഷിനോജ്, ഷിസിർ, ഷാരോൺ, അയ്യപ്പൻമല സ്വദേശി ലെനീഷ് എന്നിവർക്കെതിരെ ചക്കരക്കൽ പോലീസ് കേസെടുത്തു. അതേസമയം പള്ളിപ്പൊയിലിൽ ബോംബാക്രമണം നടന്ന സ്ഥലത്തു നിന്നും പോലീസ് നടത്തിയ പരിശോധനയിൽ 2 ബോംബുകൾ കൂടി കണ്ടെടുത്തു. പള്ളിപ്പൊയിൽ RSS കേന്ദ്രത്തിലെ കടയിൽ നിന്നും വടിവാളുകളും വാളുകളും പോലീസ് കണ്ടെടുത്തു. ചെമ്പിലോട് നടന്നത് സംഘർഷമല്ലെന്നും പ്രകോപനമൊന്നുമില്ലാതെ CPIMന് നേരെ നടന്ന ആക്രമണമാണെന്നും കണ്ണൂരിനെ ആക്രമണത്തിന്റെ പരീക്ഷണ കേന്ദ്രമാക്കാനുള്ള RSS അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും CPIM ജില്ലാ സെക്രട്ടറി P. ജയരാജൻ പറഞ്ഞു. ചക്കരക്കല്ലിൽ നടന്നിട്ടുള്ള സംഭവം, അവിടെ CPIMന്റെ 2 പ്രവർത്തകന്മാർ ബൈക്കിൽ പോകുമ്പോൾ ബോംബെറിഞ്ഞ് ഒരാളുടെ ജീവൻ അപകട നിലയിലാണിപ്പോൾ. കാല് പൂർണ്ണമായിട്ട് തകർന്നിരിക്കുകയാണ്. RSS നേതാക്കന്മാർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ അവസാന വാക്ക് മോഹൻ ജി ഭാഗവതാണ്, ഞങ്ങളുടെ സർസംഘചാലക്ക് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്ത് വാക്കില്ല. ഇവിടെ എന്താ നടക്കുന്നത്? ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ശബരിമല മേൽശാന്തിയുടെ പേരിൽ വ്യാജ വിസിറ്റിംഗ് കാർഡ് ഉപയോഗിച്ച് തട്ടിപ്പ് നടക്കുന്നതായി സംശയം. മേൽശാന്തി SC ശങ്കരൻ നമ്പൂതിരിയുടെ പേരിൽ കർണാടക, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ ഇടങ്ങളിലാണ് തട്ടിപ്പ് നടക്കുന്നതായി സൂചനയുള്ളത്. ഇത് സംബന്ധിച്ച് മേൽശാന്തി സന്നിധാനം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞയാഴ്ച ബാംഗ്ലൂരിൽ നിന്നെത്തിയ ഒരു തീർത്ഥാടകന്റെ പക്കലാണ് ശബരിമല മേൽശാന്തി SC ശങ്കരൻ നമ്പൂതിരി തന്റെ പേരിലുള്ള വ്യാജ വിസിറ്റിംഗ് കാർഡ് ആദ്യം കണ്ടത്. അന്വേഷിച്ചപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് മേൽശാന്തിയുടെ അടുത്ത ആളാണെന്ന് സ്വയം പരിചയപ്പെടുത്തിയ വ്യക്തിയാണ് കാർഡ് തന്നതെന്നായിരുന്നു മറുപടി. കാർഡിൽ ഇയാളുടെ ഫോൺ നമ്പറുമുണ്ട്. ഒപ്പം മേൽശാന്തിയുടെ ഉപയോഗത്തിലില്ലാത്ത 2 നമ്പറുകളും. കാർഡിന്റെ മറുവശത്ത് തെറ്റായ ഫോൺ നമ്പർ അടക്കം മേൽശാന്തിയുടെ മേൽവിലാസവും കൊടുത്തിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ദിവസം ആന്ധ്രാപ്രദേശിൽ നിന്നെത്തിയ ചില തീർത്ഥാടകരും സമാനമായ വിസിറ്റിംഗ് കാർഡ് മേൽശാന്തിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അതോടെയാണ് വ്യാജ വിസിറ്റിംഗ് കാർഡ് ഉപയോഗിച്ച് തന്റെ പേരിൽ തട്ടിപ്പ് നടത്തുന്നതായുള്ള സംശയം ബലപ്പെട്ടതെന്ന് മേൽശാന്തി പറയുന്നു. ഇതൊക്കെ എന്താ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് ചോദിച്ചാൽ, എന്നെ വിളിച്ചാൽ കിട്ടത്തില്ല എന്ന് ആ വ്യക്തിക്ക് അറിയാമായിരിക്കും. അപ്പോൾ ആ വ്യക്തി ആ സമയം നോക്കി ആ കോൺടാക്ട് നമ്പറിൽ വിളിക്കുമ്പോൾ ശബരിമലയിലുള്ള പൂജ ബുക്കിങ്ങിനോ അതല്ലെങ്കിൽ മറ്റു പൂജകൾക്കോ ആയിട്ട് സാമ്പത്തിക ലാഭത്തിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത് സംബന്ധിച്ച് മേൽശാന്തി സന്നിധാനം പോലീസിൽ പരാതി നൽകി. നേരത്തെ ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ പേരിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് തീർത്ഥാടകരിൽ നിന്നും പണം തട്ടുന്ന സംഘം സന്നിധാനത്ത് പിടിയിലായിരുന്നു. സമാന രീതിയിലുള്ള തട്ടിപ്പാണ് മേൽശാന്തിയുടെ പേരിലുള്ള വ്യാജ വിസിറ്റിംഗ് കാർഡ് ഉപയോഗിച്ചും നടക്കുന്നതെന്നാണ് സംശയിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, സന്നിധാനം. തിരുവനന്തപുരം ആറ്റുകാലിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന നാടൻ തത്തകളെ വനം വകുപ്പ് പിടികൂടി. രഹസ്യവിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ റെയ്ഡിലാണ് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 100-ലധികം തത്തകളെ പിടികൂടിയത്. ഇന്ത്യൻ തത്തകളെ പിടികൂടുന്നതും വിൽക്കുന്നതും ശിക്ഷാർഹമാണ്. ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് നിന്ന് നാടൻ തത്തകളെ വിൽക്കാൻ ശ്രമിച്ച തൃശ്ശിനാപ്പള്ളി സ്വദേശികളായ ബാലമുരുകൻ, സുബ്രഹ്മണ്യൻ എന്നിവരെ പിടികൂടി. 100-ൽ പരം തത്തകളെയാണ് ഇവർ വിൽക്കാൻ ശ്രമിച്ചത്. ഫോറസ്റ്റ് റേഞ്ച് DFO GR അനിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. വന്യജീവി സംരക്ഷണ നിയമപ്രകാരം 3 മുതൽ 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണിത്. ഇന്ത്യൻ തത്തയെ വിൽക്കുന്നതും വളർത്തുന്നതും ഷെഡ്യൂൾഡ് 4 പ്രകാരം കുറ്റകരം. നമ്മൾ ഈ വൈൽഡ് ലൈഫ് ആക്ട് പ്രകാരമുള്ള ഈ ചാർജ് ചെയ്യുന്നത്. ഒരു തത്തയ്ക്ക് 750 രൂപ വിലയ്ക്കാണ് ഇവർ വിൽക്കാൻ ശ്രമിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മതവിദ്വേഷ പ്രസംഗ കേസിൽ കീഴടങ്ങിയ വെള്ളാപ്പള്ളി നടേശന് ആലുവ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചു. ആലുവ സ്റ്റേഷനിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ CIക്ക് മുന്നിലാണ് വെള്ളാപ്പള്ളി നടേശൻ കീഴടങ്ങിയത്. കേസിൽ വെള്ളാപ്പള്ളിയോട് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നു. രാവിലെ 10:40ഓടെയാണ് വെള്ളാപ്പള്ളി നടേശൻ അന്വേഷണ ഉദ്യോഗസ്ഥനായ ആലുവ CIക്ക് മുൻപാകെ ഹാജരായത്. ഭാര്യ പ്രീതി നടേശനും മകൻ തുഷാർ വെള്ളാപ്പള്ളിക്കുമൊപ്പമാണ് വെള്ളാപ്പള്ളി സ്റ്റേഷനിലെത്തിയത്. തുടർന്ന് ആലുവ DYSP ഷംസിൻ്റെ നേതൃത്വത്തിൽ വെള്ളാപ്പള്ളിയിൽ നിന്ന് മൊഴിയെടുത്തു. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ആലുവയിലെ ജില്ലാ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കിയ വെള്ളാപ്പള്ളിയെ ആലുവ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി.
ഹൈക്കോടതി നിർദ്ദേശപ്രകാരം 25,000 രൂപ ബോണ്ടിലും തുല്യ തുകയ്ക്കുള്ള 2 ആൾ ജാമ്യത്തിലും മജിസ്ട്രേറ്റ് വെള്ളാപ്പള്ളിക്ക് ജാമ്യം അനുവദിച്ചു. SNDP വൈക്കം യൂണിയൻ പ്രസിഡന്റ് ബിനേഷ് പ്ലാത്തോട്ടം, SN ട്രസ്റ്റ് ബോർഡ് അംഗം KL അശോകൻ എന്നിവരാണ് വെള്ളാപ്പള്ളിക്ക് ജാമ്യം നിന്നത്. കഴിഞ്ഞ 18 വർഷമായി VM സുധീരൻ തന്നെ വേട്ടയാടുകയാണെന്ന് ജാമ്യം ലഭിച്ച ശേഷം വെള്ളാപ്പള്ളി മാധ്യമങ്ങളോട് പറഞ്ഞു. മുടിയുള്ളവന് എങ്ങനെ വേണമെങ്കിലും മുടി വെച്ച് കെട്ടാം. അപ്പോൾ ഇന്നിപ്പോൾ മുടിയുള്ള ആളുകളാണ് എന്ന് ഈ മുടി എല്ലാവർക്കും എല്ലാ കാലത്തും തലയിൽ ഉണ്ടാകില്ല എന്ന ഒരു വിചാരം അധികാരത്തിലുള്ളവർക്ക് ഉണ്ടാകുന്നത് നല്ലതാണ്. കാരണം എന്നെ ഇങ്ങനെ വേട്ടയാടാൻ തുടങ്ങിയിട്ട് KPCC പ്രസിഡന്റ് തുടങ്ങിയിട്ട് ഒരു 18 കൊല്ലമായി. സമത്വ മുന്നേറ്റ യാത്രക്കിടെ ആലുവയിൽ വെച്ച് മതവിദ്വേഷം വളർത്തുന്ന പ്രസംഗം നടത്തിയതിന് VM സുധീരൻ നൽകിയ പരാതിയിലാണ് ആലുവ പോലീസ് വെള്ളാപ്പള്ളിക്കെതിരെ 153A വകുപ്പ് പ്രകാരം കേസെടുത്തത്. ഇതിനിടെ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ച വെള്ളാപ്പള്ളിയോട് ഈ മാസം 10 മുൻപ് അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകാൻ ഹൈക്കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. രാജ്യത്ത് വാതുവെപ്പ് നിയമവിധേയമാക്കണമെന്ന് ജസ്റ്റിസ് RM ലോധ കമ്മീഷൻ ആവശ്യപ്പെട്ടു. ക്രിക്കറ്റ് താരങ്ങളുടെ സ്വത്തുവിവരം വെളിപ്പെടുത്തണം. ക്രിക്കറ്റ് ഭരണരംഗത്ത് അടിമുടി അഴിച്ചുപണി നിർദ്ദേശിക്കുന്ന റിപ്പോർട്ട് ജസ്റ്റിസ് RM ലോധ കമ്മീഷൻ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചു. അതേസമയം IPL ക്രിക്കറ്റ് തട്ടിപ്പിൽ സുന്ദരരാമന് പങ്കുണ്ടെന്ന ആരോപണങ്ങൾ തെളിയിക്കാനായിട്ടില്ലെന്നും ജസ്റ്റിസ് RA ലോധ അറിയിച്ചു. IPL തട്ടിപ്പ് കേസിനെ തുടർന്ന് സുപ്രീം കോടതിയാണ് ക്രിക്കറ്റ് ഭരണ നവീകരണത്തിനായി ജസ്റ്റിസ് RM ലോധ കമ്മീഷനെ നിയോഗിച്ചത്. കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ട് BCCIയുടെയും IPLന്റെയും ഭരണരംഗത്ത് സമൂലമായ അഴിച്ചുപണിക്ക് നിർദ്ദേശിക്കുന്നു. BCCIയുടെ അധ്യക്ഷന് 2 ടേമുകളിലായി 6 വർഷം മാത്രമേ ആ സ്ഥാനത്ത് തുടരാനാകൂ. ബാക്കിയുള്ള ബോർഡ് അംഗങ്ങൾക്ക് 3 ടേമുകളിലായി 9 വർഷം മാത്രം. IPL ഇനി മുതൽ നിയന്ത്രണങ്ങളുള്ള സ്വയംഭരണ സമിതിയാകും. ക്രിക്കറ്റിന്റെ വിവിധ പദവികളിൽ മുൻ വനിതാ കളിക്കാരടക്കം പ്രാതിനിധ്യം നൽകുന്ന നിർദ്ദേശങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിലുള്ളതുപോലെ ഇന്ത്യയിലും വാതുവയ്പ് നിയമവിധേയമാക്കണമെന്ന സുപ്രധാന നിർദ്ദേശം ജസ്റ്റിസ് RM ലോധ കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുന്നു. We have suggested to the legislature for legalizing the betting with inbuilt mechanism in ensuring that players, match officials, administrators, team officials, they will not be entitled to indulge in betting. BCCI വിവരാവകാശ നിയമത്തിന് കീഴിലാക്കണം. കളിക്കാരെല്ലാം സ്വത്ത് വിവരം വെളിപ്പെടുത്തണമെന്നും സുപ്രീം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നുണ്ട്. ഒരേ സമയം BCCIയുടെയും സംസ്ഥാന ക്രിക്കറ്റ് കൗൺസിലിന്റെയും ഭാരവാഹിത്വങ്ങൾ അനുവദിക്കില്ല. ടീം സെലക്ഷൻ, പരിശീലനം തുടങ്ങിയവ നിശ്ചയിക്കുന്ന കമ്മിറ്റികളിൽ 3 കളിക്കാർ മാത്രമേ പാടുള്ളൂവെന്നും വ്യക്തമാക്കുന്നു. അതേസമയം IPL മുൻ CEO സുന്ദർരാമന് വാതുവെപ്പിൽ പങ്കുണ്ടെന്ന ആരോപണങ്ങൾ തെളിയിക്കാനായിട്ടില്ലെന്നും ലോധ കമ്മീഷൻ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി.